था, स्कूल ठीक करो, ठीक है, हमें रुकना नहीं, हमें करना है, चाहे कुछ भी हो जाए हमें करना है। मेरे पापा चले गए, ठीक है, अगर अगर देश को ठीक करने के लिए यार मुझे भी कुछ हो जाए, मेरी मम्मी को भी कुछ जाए, वो भी कोई दिक्कत नहीं है, कोई दिक्कत भी कुछ भी नहीं है, हम एकदम रेडी है, एकदम रेडी है, मगर स्कूल को ठीक करना है, स्कूल को एकदम ठीक करना है। എന്തൊരു മനസാന്നിധ്യമാണെന്ന് നോക്കിയ നിങ്ങൾ, എന്തൊരു വാക്കുകളാണ്. ഒരു വിദ്യാർത്ഥിയുടെ മെന്റാലിറ്റി എത്രമാത്രം ആ ഒരു സ്ട്രോങ് ആണെന്ന് നോക്കിയേ നിങ്ങൾ. ആലോചിക്കണം, രാജ്യത്തെ വിദ്യാഭ്യാസ മേഖല തകർന്ന് തരിപ്പണമായിടത്ത് നിന്ന് ആ വിദ്യാഭ്യാസ മേഖല സ്കൂൾ ടീക്കരോ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിട്ട് അതിൻ്റെ ഭാഗമായിട്ട് രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിൽ ഉള്ള എന്താ പറയേണ്ടത് കെടുകാര്യസ്ഥത അത് രാജ്യത്ത് പുറത്ത് തുറന്നു കാട്ടി അതിനൊരു പരിഹാരം കാണാൻ വേണ്ടി പ്രവർത്തിച്ചു എന്നതിൻ്റെ പേരിൽ RSS ഗുണ്ടകൾ ആക്രമിച്ച് കൊലപ്പെടുത്തിയ ഒരു പിതാവിൻ്റെ മകൻ, ആ പിതാവും മകനും ചേർന്ന് തങ്ങളുടെ അടുത്തുള്ള സ്കൂളിൽ പോയിട്ട് അവിടെ ഇത്തരത്തിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് പൊതുസമൂഹത്തിന് മുന്നിലേക്ക് തുറന്നു വെച്ചപ്പോൾ RSS ഗുണ്ടകൾ വരുന്നു, വീട്ടിൽ കയറി ആക്രമിക്കുന്നു, പിതാവിനെ കൊലപ്പെടുത്തുന്നു. ആ പിതാവിനെ നഷ്ടപ്പെട്ട മകൻ്റെ വാക്കുകളാണ്, സ്കൂള് ശരിയാക്കണം, സ്കൂള് ശരിയാക്കണം, ഇതിവിടെ അവസാനിപ്പിക്കാൻ പാടില്ല, ഒരു പ്രശ്നമില്ല. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതിനൊരു റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോരാടാൻ തയ്യാറാണ്. ഒരു വിദ്യാർത്ഥിയുടെ വാക്കുകളാണ്. കഴിഞ്ഞ ദിവസം ബംഗാളിൽ ഈ പറയപ്പെട്ട RSS ഗുണ്ടകൾ കൊലപ്പെടുത്തിയ ആ മനുഷ്യൻ്റെ മകൻ, ആ മകൻ്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത്. ഇന്നലെ ആ വീടിൽ ഈ പറയുന്ന CJPയുടെ അശുതോഷ് റാങ്ക അടക്കമുള്ള ആളുകൾ അവിടെ എത്തിയിരുന്നു. അവിടെ നിന്ന് അഭിജിത് ദീപ്കയെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ ആ അഭിജിത് ദീപ്കയോട് ആ വിദ്യാർത്ഥി പറഞ്ഞ വാക്കുകളാണ്. ഇതൊരു മെൻറ്റാലിറ്റിയാണെന്ന് നോക്കി നിങ്ങൾ. രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെ തകർത്ത് തരിപ്പണമാക്കിയിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഈ സ്കൂൾ ടീക്കരോ എന്നുള്ളൊരു ക്യാമ്പയിൻ തുടങ്ങിയതിന് ശേഷം ഉത്തരേന്ത്യകളിൽ നിന്ന് വരുന്ന ദൃശ്യങ്ങൾ, രാജസ്ഥാനിൽ നിന്ന്, ബീഹാറിൽ നിന്ന്, ഹരിയാനയിൽ നിന്ന്, മധ്യപ്രദേശിൽ നിന്ന്, അങ്ങനെ വിവിധ ഇടങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട്. സ്കൂളെന്ന് പറയാൻ പോലും പറ്റാത്ത സ്ഥിതിവിശേഷത്തിൽ രാജ്യത്തെ പാവപ്പെട്ടവൻ്റെ മക്കൾ ഇരുന്ന് പഠിക്കേണ്ടി വരുന്ന ഗതികേട്. സ്കൂളെന്ന് പറയാൻ പറ്റൂല, സ്കൂളില്ല. സ്കൂളെന്ന് പറയുമ്പോൾ അതിനൊരു സ്ട്രക്ചർ ഉണ്ടല്ലോ, അതിനൊരു ഫ്രെയിം വർക്ക് ഉണ്ടല്ലോ. ഇതൊന്നുമില്ല. എന്തിന്? പുസ്തകമില്ല, അധ്യാപകരില്ല, അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഉള്ളണമല്ലോ, അതുമില്ല. ഇതൊന്നുമില്ല. അങ്ങനെ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ് സംഘ് പരിവാർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ തകർത്ത് തരിപ്പണമാക്കിയ ഒരു ഇടത്തു നിന്നാണ് ഇത്തരത്തിൽ പോരാട്ടങ്ങൾ ഉയരുന്നത്. അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുന്നവനെ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചെങ്കോട്ടയിലെ പ്രസംഗത്തിൽ നരേന്ദ്രമോദി വിശേഷിപ്പിച്ചത് എന്താണ്? ദിമാഗി നക്സൽ. ഇപ്പം നരേന്ദ്രമോദിക്ക് ഒരു കാര്യം അറിയാം, ചാണകസംഖികൾക്കില്ലാത്ത ദിമാഗ്, ബുദ്ധി, അത് ഈ വിദ്യാർത്ഥികൾക്കുണ്ട് എന്ന് നരേന്ദ്രമോദിക്ക് ബോധ്യമുണ്ട്. സംഘികൾക്കില്ലാത്തത് ഈ വിദ്യാർത്ഥികൾക്കുണ്ട് എന്നുള്ള ബോധ്യം. ആ ബോധ്യം മാത്രമല്ല, ആ വിദ്യാർത്ഥികളുടെ ബുദ്ധി, അവരുയർത്തുന്ന ചോദ്യം, നരേന്ദ്രമോദി ഇന്ന് വരെ നേരിട്ടതിൽ വെച്ച് ഏറ്റവും ടഫസ്റ്റ് ക്വസ്റ്റ്യൻസ്, ആ ചോദ്യങ്ങൾ മോദിയെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. മോദിയെ മാത്രമാണോ? അല്ല, സംഘ് പരിവാറിനെ ആകെപ്പാടെ വേദനിപ്പിക്കുന്നുണ്ട്. ആ വേദന തന്നെയാണ് ഇവരെ ഇത്രയധികം വെപ്രാളപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണല്ലോ ഇതേ ചോദ്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി രാജ്യത്തിൻ്റെ പ്രതിപക്ഷം പാർലമെൻറ്റിൽ ഉന്നയിച്ചു കൊണ്ടേയിരുന്നു കഴിഞ്ഞ 10-18 ദിവസം. മോദിയും അമിത്ഷായും എവിടെ? മാളത്തിൽ ഒളിച്ചു. ഇന്നിപ്പോൾ ഈ പറയുന്ന എന്താ പറയേണ്ടത്, ഉത്തരേന്ത്യയിൽ നിന്ന് ഈ സ്കൂൾ ടീക്കരോ എന്ന് പറഞ്ഞ് ഈ പറയുന്ന വിദ്യാർത്ഥികൾ ചെല്ലുകയാണ്, സ്കൂളിൻ്റെ ചിത്രങ്ങൾ ശേഖരിക്കുകയാണ്, ദൃശ്യങ്ങൾ ശേഖരിക്കുകയാണ്, അത് പുറത്തേക്ക് വിടുകയാണ്. അപ്പോൾ അതിനെതിരെ ഗവൺമെൻറ് സർക്കുലർ ഇറക്കിയിരിക്കുക.
ഇനി അങ്ങനെ ആരെങ്കിലും വന്ന് ദൃശ്യങ്ങൾ പകർത്തിയാൽ അത് വലിയ രാജ്യദ്രോഹ കുറ്റമാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഇവരെ ഭയപ്പെടുത്തുന്നുണ്ട്. ഈ കാഴ്ചകളൊന്നും പുറം ലോകം കാണരുതെന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എന്താ, ഈ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ ഇത്രയും കാലം കെട്ടിപ്പൊക്കിയ ഇമേജ് ഉണ്ടല്ലോ, അതല്ല PR വർക്കിലൂടെ കെട്ടിപ്പൊക്കിയ ഇമേജ്, ആ ഇമേജ് അല്ല ഈ രാജ്യത്തിൻ്റെ ഇമേജ്, യഥാർത്ഥ പിക്ചർ എന്ന് രാജ്യം തിരിച്ചറിയുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ദൃശ്യങ്ങൾ പകർത്താൻ പാടില്ല, സ്കൂളിലേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. അതോ രാജ്യദ്രോഹ കുറ്റമാണ്, അങ്ങനെ പ്രവേശിച്ചാൽ അത് രാജ്യദ്രോഹ കുറ്റമാക്കിയിട്ട് മാറ്റിയിരിക്കുകയാണ്. ആലോചിക്കണം നിങ്ങൾ, എത്രമാത്രം ഭയം ഇവരെ വേട്ടയാടുന്നുണ്ട്. സ്വന്തം പിതാവിനെ നഷ്ടപ്പെട്ട മകനില്ലാത്ത ഭയം, മനസ്സിലായില്ലേ? ഇതിപ്പോൾ ഈ സംഭവം ഇൻസിഡൻറ്റ് നടക്കുന്നത് ഈ കഴിഞ്ഞ ദിവസമാണെങ്കിലും ഈ വിദ്യാർത്ഥി CJPയുടെ ജന്തർ മന്ദറിലെ പ്രതിഷേധത്തിൽ പങ്കെടുത്ത ആ നിമിഷം മുതൽ ആ കുടുംബത്തിന് RSSൻ്റെ BJPയുടെ ഗുണ്ടകളുടെ ഭാഗത്തു നിന്ന്, ക്രിമിനലുകളുടെ ഭാഗത്തു നിന്ന് ഈ പറയുന്ന ഭീഷണികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മകൻ തീവ്രവാദികളുമായി ബന്ധപ്പെട്ടു, അതുകൊണ്ട് ഞങ്ങൾ തീർത്തു കളയും എന്നുള്ള ഭീഷണിയാണ് ജന്തർ മന്ദറിലെ പ്രതിഷേധത്തിൽ പങ്കെടുത്തത് മുതൽ ആ കുടുംബം നേരിട്ട് കൊണ്ടിരിക്കുന്നത്. ആ ഭീഷണി കഴിഞ്ഞ ദിവസം യാഥാർത്ഥ്യമാവുകയും ചെയ്തു. മനസ്സിലായില്ലേ? ഇപ്പം സ്കൂൾ ടീക്കരോ എന്ന് പറയുന്ന ക്യാമ്പയിൻ തുടങ്ങിയതിന് ശേഷം ഈ വിദ്യാർത്ഥിയും പിതാവും കുറച്ചാളുകളും ചേർന്ന് തങ്ങളുടെ അടുത്തുള്ള സ്കൂളിൽ പോയിട്ട് അവിടെയുള്ള അപര്യാപ്തത അത് ചൂണ്ടിക്കാണിച്ച് വീഡിയോ ചെയ്തു, ദൃശ്യങ്ങൾ പകർത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ അക്രമം നേരിടേണ്ടി വരുന്നതും ഈ വിദ്യാർത്ഥിയുടെ പിതാവിന് മരണം സംഭവിക്കുകയും ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ, എത്രമാത്രം വെപ്രാളപ്പെട്ടിട്ടാണ് ഈ പറയുന്ന രാജ്യത്തെ ഭരണകൂടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? അവിടെ നിന്നാണ് ദിമാഗി നക്സൽ എന്നുള്ള പദപ്രയോഗവും. കാരണം എന്താ, ആ കുട്ടികളുടെ ചോദ്യം, രാജ്യത്ത് കുട്ടികൾ ചോദിക്കുന്ന ചോദ്യം അത്രയും ഷാർപ്പായി, അത്രയും ടഫസ്റ്റ് ചോദ്യം ചോദിക്കാൻ രാജ്യത്തെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, മത്സര പരീക്ഷകൾക്ക് സംവിധാനങ്ങൾ സജ്ജീകരിക്കുന്ന ഏജൻസി ആയിട്ടുള്ള നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് പോലും അത്തരത്തിൽ ടഫായിട്ട് ഷാർപ്പായിട്ടുള്ള ചോദ്യങ്ങൾ ഫ്രെയിം ചെയ്യാൻ സാധിക്കുന്നില്ല. നിങ്ങൾ നോക്കൂ, രാജ്യത്ത് UGC നെറ്റ് പരീക്ഷ, മത്സര പരീക്ഷകൾ, നീറ്റ് പരീക്ഷകൾ, അങ്ങനെ എന്ന് വേണ്ട രാജ്യത്തെ എല്ലാ പരീക്ഷകളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ NTA, ആ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, ആ ഏജൻസി നടത്തുന്ന പരീക്ഷകളൊക്കെ റദ്ദ് ചെയ്യണത്. എന്തേ കാരണം? ഇപ്പം ഈ കഴിഞ്ഞ ജൂണിൽ നടന്ന 3 പരീക്ഷകൾ, ജൂൺ അവസാനത്തിൽ നടന്ന 3 പരീക്ഷകളാണ് UGC നെറ്റിൻ്റെ 3 പരീക്ഷകളാണ് ക്യാൻസൽ ചെയ്തിരിക്കുന്നത്. എന്തേ കാരണം? ചോദ്യപേപ്പർ ലീക്കായി, ചോദ്യപേപ്പറിൽ ഉണ്ടായ ക്രമക്കേട്, ഇതൊക്കെ കാരണം 3 പരീക്ഷകളാണ് റദ്ദ് ചെയ്തിരിക്കുന്നത്. ഇപ്പം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഏറ്റവും ഒടുവിലത്തതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ കുട്ടികൾ ചോദിക്കുന്ന പോലെ, വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് പോലെ ഷാർപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻ, ആൻസർ അല്ല കേട്ടോ, ഒരു ഷാർപ്പായ ക്വസ്റ്റ്യൻ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യാൻ പോലും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് കഴിയുന്നില്ല. പക്ഷേ വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ കൗബീനത്തിൽ 1ഉം 2ഉം പോവുകയാണ്. അത്രമാത്രം ഷാർപ്പാണ്, അത്രമാത്രം ടഫാണ്. അപ്പം അതാണ് നരേന്ദ്രമോദി വിശേഷിപ്പിച്ചത് ദിമാഗി നക്സൽ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളവർ എന്നാണ്. ആ ബുദ്ധി, വിദ്യാർത്ഥികളുടെ ബുദ്ധി, ആ ദിമാഗിനെ മറികടക്കാൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് പോലും കഴിയുന്നില്ല. ഷുവറായിട്ടും മോദിയും മുട്ടിടിക്കും. കൗബീനത്തിൽ 1ഉം 2ഉം മാത്രമല്ല, ചിലപ്പോൾ അതിന് മുകളിൽ എന്തെങ്കിലും പറ്റുമെങ്കിൽ അതും സാധിക്കും. ആലോചിക്കണം. അപ്പോൾ അവിടെയാണ് ഈ വിദ്യാർത്ഥികളെ നേരിടാൻ, ഇപ്പം ഞാൻ ഇത് പറയുമ്പോഴൊക്കെ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് രാഹുൽ ഗാന്ധിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റാ. എന്താണ് നരേന്ദ്രമോദിയോട് പറഞ്ഞത്? നിങ്ങൾ പാസ്റ്റാണ് ഈ രാജ്യത്തിൻ്റെ, നിങ്ങൾക്ക് ഈ രാജ്യത്തിൻ്റെ ഫ്യൂച്ചറായിട്ടുള്ള വിദ്യാർത്ഥികളുമായിട്ട് ഏറ്റുമുട്ടാൻ നിങ്ങൾക്ക് സാധിക്കില്ല. യെസ്, അതാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്.
ആ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാതെ വരുമ്പോഴാണല്ലോ പ്രകോപിതരാകുന്നത്, അപ്പോഴാണ് അക്രമാസക്തരാകുന്നത്, അപ്പോഴാണ് ആൾക്കൂട്ട അക്രമം നടത്തുന്നത്. ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ സാധിക്കുമെന്നുള്ള ഇവരുടെ തെറ്റിദ്ധാരണയുടെ പുറത്ത്. എന്നാൽ തൻ്റെ പിതാവിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയിട്ടും ആ വിദ്യാർത്ഥിയെ കീഴ്പ്പെടുത്താൻ സംഘ് പരിവാറിന് സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ, എടോ സംഘ് പരിവാറുകാരാ, ബ്രിട്ടീഷുകാരൻ്റെ കാല് നക്കിയ സവർക്കറുടെ പാരമ്പര്യമല്ല ഈ രാജ്യത്തിൻ്റെ പാരമ്പര്യം എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയാതെ പോയത് കൊണ്ടുള്ള പ്രശ്നമാണ്. ആ പാരമ്പര്യം നിങ്ങളുടേത് മാത്ര. കാല് നക്കിയുടെ പാരമ്പര്യം, ഷൂ നക്കിക്കൊടുത്തവൻ്റെ പാരമ്പര്യം, അത് ഈ പറയുന്ന സംഘ് പരിവാറുകാരൻ്റെത് മാത്രമാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ ഇതൊന്നും മാറ്റിപ്പിടിക്കാൻ കഴിയാതെ പോകുന്നത്. അല്ലേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. തൻ്റെ വീട്ടിൽ കയറി ആ വിദ്യാർത്ഥിയെ ആക്രമിച്ചു, പിതാവിനെയും ആക്രമിച്ചു. പക്ഷെ പിതാവ് മരണപ്പെട്ടു പോയി. എന്നിട്ടും താൻ മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് വെക്കാൻ ഇല്ല, അതിന് തയ്യാറല്ല. റുക്നെ വാല നെയ്യേ കാർനെ വാലയെ ടീ കരോ വൈജാൻ എന്നാ പറയുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഇങ്ങനെയും ആക്രമിക്കപ്പെട്ടിട്ട് ഒരടി പിന്നോട്ട് വെക്കുന്നില്ലെങ്കിൽ ബ്രിട്ടീഷുകാരൻ്റെ മുന്നിൽ മാപ്പ് എഴുതി കൊടുത്തവൻ്റെ പാരമ്പര്യമാണോടാ ഇത്? ആണോ? ബ്രിട്ടീഷുകാരൻ്റെ കാല് നക്കി കൊടുത്തവൻ്റെ പാരമ്പര്യമാണോടാ ഇത്? അവനാണ് ഭയം. ആ പാരമ്പര്യത്തിലുള്ള സംഘ് പരിവാറുകാരനാണ് ഭയം. ഭയം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും ഭയം എന്ന് പറഞ്ഞാൽ ജുഡീഷ്യറിയെ ഭയമാണ്, വിലക്ക് വാങ്ങി. ഇലക്ഷൻ കമ്മീഷന് ഭയമാണ്, തെരഞ്ഞെടുപ്പിനെ ഭയമാണ്, ജനാധിപത്യത്തെ ഭയമാണ്, വിലക്ക് വാങ്ങി. രാജ്യത്തെ സിസ്റ്റത്തെ ഭയമാണ്, വിലക്ക് വാങ്ങി. അധികാരത്തിന് വേണ്ടി രാജ്യത്തെ പ്രധാനമന്ത്രി കസേരയും വിലക്ക് വാങ്ങി. അങ്ങനെ എല്ലാം വിലക്ക് വാങ്ങിയിട്ട് അനുഭവിക്കുക എന്നതിനപ്പുറത്തേക്ക് ഭയമല്ലാതെ മറ്റെന്താണ് നിങ്ങൾക്കുള്ളത് സംഘ് പരിവാറുകാരാ? സ്വന്തം പിതാവിനെ കൺമുന്നിൽ വെച്ച് പിതാവിനെ ആക്രമിച്ച്, യഥാർത്ഥത്തിൽ മകനെയാണ് ആക്രമിച്ചത്. മകനെ ആക്രമിക്കാൻ വന്നപ്പോൾ അത് തടയാൻ ചെന്ന പിതാവിനെയും ആക്രമിച്ചു. ആലോചിക്കണം. എന്നിട്ടും പിൻവാങ്ങാൻ തയ്യാറാണെങ്കിൽ ഈ മെൻറ്റാലിറ്റി, ആ ഒരു മനസാന്നിധ്യമുണ്ടല്ലോ, ആ നട്ടല്. നമ്മൾ മെൻറ്റാലിറ്റി മനസാന്നിധ്യം എന്നൊന്നും പറഞ്ഞാൽ അതിനെ ചെറുതാക്കാൻ പാടില്ല, നട്ടല് എന്ന് തന്നെ പറയണം. അതാണ് സംഘ് പരിവാറുകാരനില്ലാത്തത്. സംഘ് പരിവാറുകാരനില്ലാത്തതും എന്നാൽ രാജ്യത്തിനുള്ളതുമായ ആ നട്ടല്, അതാണ് നമ്മൾ കാണുന്നത്. എന്തുമാത്രം സ്ട്രോങ് ആയിട്ടുള്ളൊരു നട്ടല്ലാണെന്ന് നോക്കിയേ, അല്ലേ? അപ്പോൾ ഈ ഇൻസിഡൻറ്റുകൾ നമ്മളോട് വിളിച്ചു പറയുന്നത് മറ്റൊന്നുമല്ല, വിദ്യാർത്ഥികളുടെ മുന്നിൽ അടിയറവ് പറയേണ്ടി വരും മിസ്റ്റർ മോഡി, പറയേണ്ടി വരും സംഘ് പരിവാരം. കാരണം നിങ്ങൾക്കാവില്ല. ബിക്കോസ് യു ആർ ദ ഫ്യൂച്ചർ, യു ആർ ദ പാസ്റ്റ്. നിങ്ങൾ രാജ്യത്തിൻ്റെ കഴിഞ്ഞ കാലമാണ്. നിങ്ങൾക്കിവിടെ സ്ഥാനമില്ല. നിങ്ങളുടെ അക്രമവും വെറുപ്പിനും ഈ രാജ്യത്തിൻ്റെ മണ്ണിൽ വേരൂന്നാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്.